എന്തെങ്കിലും കൽപ്പനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമാണെങ്കിൽ ആ കൽപ്പന നമ്മൾ ചെയ്യുക, അനുസരിക്കുക എന്നുള്ളതാണ്. അതിന് പിന്നാലെ ഇങ്ങനെ അന്വേഷിച്ച് ചോദിച്ചുകൊണ്ടേ നടക്കുന്ന ചില ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവും. ആളുകൾക്ക് കാണാൻ സാധിക്കും ചില നിസ്സാരമായ വിഷയങ്ങളിൽ പോലും അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് അവരുടെ നിയത്ത് ചിലപ്പോൾ നല്ല ചില സാധുക്കളുണ്ട്, നല്ല നിയത്താണ് അറിയാനുള്ള കൊതികൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ശരിയാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നു, ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നാലെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളെ കൊണ്ടും അതിന് പിന്നാലെ കൂടുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ പോകരുത്. അത് മുൻഗാമികളെ നശിപ്പിച്ച കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين رب العالمين. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ, അതിലെ ബാബു അത്തഹ്രീദ് അലാ ത്വലബിൽ ഇൽമി വകൈഫിയത്തി ത്വലബ്, ഇൽമ് നേടുന്നതിനുള്ള പ്രോത്സാഹനം, അതുപോലെ ഇൽമ് നേടേണ്ട രീതി എന്നുള്ള ബാബാണ് നാം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നത്. അതിൽ 2-3 ഹദീസുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ അവസാനം പറഞ്ഞത് ഇൽമ് നേടുന്ന ആളുകൾ 3 തരക്കാരായിരിക്കും, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ട ഇൽമ് അത് മനസ്സിലാക്കുന്ന, അത് ഉൾക്കൊള്ളുന്ന ആളുകൾ 3 തരക്കാരായിരിക്കും എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ആളുകൾ അത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന, അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ. രണ്ടാമത്തെ ഒരു കൂട്ടർ അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി ഇൽമ് അവർ കെട്ടി നിർത്തുന്ന വെള്ളം പോലെ, ആളുകൾ അതിൽ നിന്ന് കോരിയെടുത്ത് അവരുടെ ചെടികൾ നനക്കുന്നുണ്ടാകും, പക്ഷെ അവർക്ക് അതിൽ നിന്നൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ. മൂന്നാമത്തെ കൂട്ടർ ഒന്നും മനസ്സിലാക്കുകയുമില്ല, മറ്റുള്ളവർക്കും ഉപകാരമുണ്ടാവുകയില്ല. അതാണ് നാം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി ഈ കിതാബിലെ അടുത്ത ഹദീസ് 106-ാമത്തെ ഹദീസാണ് കിതാബിലെ. വലഹുമ, അതായത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള അൻ ആയിഷ റളിയല്ലാഹു അൻഹ മർഫൂഅൻ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇദാ റഅയ്തുമുൽ ലദീന യത്തബിഊന മാ തശാബഹ മിൻഹു ഫഉലൈക അല്ലദീന സമ്മല്ലാഹു ഫഹ്ദറൂഹും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ഇദാ റഅയ്തുമുൽ ലദീന യത്തബിഊന മാ തശാബഹ മിൻഹു, നിങ്ങൾ കാണുകയാണ് വിശുദ്ധ ഖുർആനിലെ മുതശാബിഹാത്തായ ആയത്തുകളുടെ പിന്നാലെ കൂടുന്ന ആളുകളെ കാണുകയാണെങ്കിൽ, ഫഉലൈക അല്ലദീന സമ്മല്ലാഹ്, അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളത്, ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നമ്മൾ ഈ കിതാബിൽ തന്നെ ഇതിനു മുൻപും 2-3 തവണ ഈ ഒരു ആശയത്തെ മുഹ്കമാത്തും മുതശാബിഹാത്തും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുമുണ്ട്. സൂറത്ത് ആലി ഇമ്രാനിലെ 7-ാമത്തെ ആയത്ത്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഅമ്മൽ ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅ്വീലിഹി വമാ യഅലമു തഅ്വീലഹു എന്ന് തുടങ്ങുന്ന ആയത്തിൽ മുതശാബിഹാത്തായ ആയത്തുകളുടെ പിന്നാലെ മുഹ്കമായ വ്യക്തമായി മനസ്സിലാകുന്ന ആയത്തുകൾ എടുക്കാതെ മുതശാബിഹാത്തായ വ്യാഖ്യാനിക്കാൻ വഴിയുള്ള ആയത്തുകളെ എടുത്തുകൊണ്ട് അവരുടെ ഹവക്കനുസരിച്ച് ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി, ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അതിനെ തെറ്റായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ആളുകൾ. അതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കുക. നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഇൽമ് നേടുന്നതിന്റെ രീതിയെ പറ്റി പറയാനുള്ള കാരണം, ഇൽമ് നേടുമ്പോൾ അത് സ്വഹാബാക്കളുടെ ഫഹ്മ് അനുസരിച്ചുകൊണ്ട് മാത്രമാണ് നാം നേടേണ്ടത്. അതല്ലാതെ പിൽക്കാലക്കാരായ ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല. വ്യാഖ്യാനം തഅ്വീൽ എന്നുള്ളത് പ്രധാനമായും 2 ആശയത്തിൽ ഉലമാക്കൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ഭാവിയിൽ വലിയ വലിയ കിതാബുകളും അസ്മാഉ സിഫാത്തുകളെല്ലാം പഠിക്കുമ്പോൾ തഅ്വീൽ എന്ന് പലപ്പോഴും കാണാൻ സാധിക്കും. തഅ്വീൽ എന്നുള്ളതിന് ഉലമാക്കൾക്കിടയിൽ, തഅ്വീൽ എന്നുള്ളതിന് മലയാളത്തിൽ
വ്യാഖ്യാനം എന്നെല്ലാം നമ്മൾ പറയും. ഉലമാക്കൾക്കിടയിൽ രണ്ട് രീതിയിൽ അതിന്റെ ആശയങ്ങൾ ഉദ്ദേശിക്കാറുണ്ട്. ഒന്ന് തഫ്സീർ എന്നുള്ള അർത്ഥത്തിൽ ഏതെങ്കിലും ആശയത്തെ ഉലമാക്കൾ അത് സ്വഹാബാക്കളുടെ ഫഹ്മ് അനുസരിച്ച് കൊണ്ട് ആ ആയത്തിനെ വിശദീകരിക്കുന്നതിന്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്താവട്ടെ ഹദീസ് ആവട്ടെ അതിനെ വിശദീകരിക്കുന്നതിന് തഅ്വീൽ എന്ന് പറയും. രണ്ടാമത്തെ ഒന്ന് ഗൈബിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടുള്ള നരകം, സ്വർഗം, പരലോകം, അതുപോലെയുള്ള പല കാര്യങ്ങളെയും ചില ആളുകളുടെ ഹവക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നത്. അത് എല്ലാ നാട്ടിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പല തഫ്സീറുകൾ എഴുതിയ ആളുകൾ പലതിനെയും അവർക്ക് തോന്നിയ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, സ്വഹാബാക്കൾ മനസ്സിലാക്കിയതിനപ്പുറത്തേക്ക്. അതിന് അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാർ അതിന് മറുപടികളും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന വിഷയം ആ തഅ്വീൽ സ്വന്തം ഹവക്കനുസരിച്ച് ഗൈബിയായ വിഷയങ്ങൾ ഓരോ കാര്യങ്ങൾ എഴുതിയുണ്ടാക്കുക, അങ്ങനെ ചെയ്യുന്ന തഅ്വീലുകൾ ഉലമാക്കൾ താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ രണ്ടർത്ഥത്തിലും പണ്ഡിതന്മാർ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും അറബി ഭാഷയിലെ പല പദങ്ങളെയും ദീനിന്റെ ഇസ്തിലാഹിയായിട്ടുള്ള സാങ്കേതികമായ പദത്തിൽ മനസ്സിലാക്കുമ്പോൾ പല വ്യത്യാസത്തിൽ ഉപയോഗിക്കും. ഇപ്പൊ വന്ന് എന്ന് പറഞ്ഞാല് ഊഹം എന്നുള്ള അർത്ഥമാണ്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും വന്ന് എന്നുള്ളത് ഇൽമ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം, അവര് റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് ഊഹിക്കുന്നവർ എന്നല്ല അതിന്റെ അർത്ഥം, അവർക്ക് ഇൽമുള്ളവരെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പല വാക്കുകളും ഖുർആനിലാവട്ടെ ഹദീസുകളിലാവട്ടെ ഉലമാക്കളുടെ ഭാഷയിലാവട്ടെ ദീനിന്റെ സാങ്കേതിക പദങ്ങളിലാവട്ടെ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ ഉപയോഗിക്കും. അത് ഇൻഷാ അല്ലാഹ് അവയിൽ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അടുത്ത ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം മുമ്പ് തന്നെ നമ്മൾ ഒന്നോ രണ്ടോ തവണ അത് വിശദീകരിച്ചിട്ടുണ്ട്, മുഹ്കം എന്താണ് മുതശാബിഹ് എന്താണ് എന്നുള്ളതെല്ലാം. അടുത്ത ഹദീസ് وعن ابن مسعود رضي الله عنه قال ابن مسعود رضي الله عنه പറയുന്നു قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ما من نبي بعثه الله في امته قبلي, ഒരു നബിയുമില്ല അവരവരുടെ ഉമ്മത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് എനിക്ക് മുമ്പ്, ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തിഹി ഹവാരിയ്യൂന വഅസ്ഹാബുൻ, ആ ഉമ്മത്തിൽ അവർക്ക് ഹവാരിയങ്ങളില്ലാതെ അസ്ഹാബുകളില്ലാതെ, അഥവാ ഏത് ഉമ്മത്തിലേക്കും ഒരു റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുമ്പോ ആ റസൂലിന് ഹവാരിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് അൻസ്വാറുകൾ, ആ റസൂലിനെ സഹായിക്കുന്ന ആ റസൂലിന്റെ സഹാബാക്കളെ അള്ളാഹു തആല ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഖുദൂന ബിസുന്നതിഹി, ആ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവർ, വയഖ്തദൂന ബിഅംരിഹി, ആ പ്രവാചകന്റെ കൽപ്പനകളെ മാതൃകാപരമായി ഉൾക്കൊള്ളുന്നവർ, പാലിക്കുന്നവർ. സുമ്മ ഇന്നഹാ തഖ്ലുഫു മിൻ ബഅദിഹിം ഖുലൂഫുൻ, അങ്ങനെ അവർക്ക് ശേഷം മറ്റൊരു വിഭാഗം ഉണ്ടാകും. യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്തതാണ് അവർ പറയുക. വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെടാത്തതാണ് അവർ ചെയ്യുക. ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിനുൻ, അവരോട് കൈകൊണ്ട് ജിഹാദ് ചെയ്യുന്നവർ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിനുൻ, അവരോട് നാവ് കൊണ്ട് ജിഹാദ് ചെയ്യുന്നവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിനുൻ, അവനോട് കൽബ് കൊണ്ട് അവരോട് ജിഹാദ് ചെയ്യുന്നവൻ മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദലിൻ, അതിനുശേഷം പിന്നെ ഒരു അണുമണി തീക്കം പോലും ഈമാനില്ല. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ഈ ഹദീസ് നമുക്ക് എന്താണ് യഥാർത്ഥ ഇൽമ്, എന്താണ് യഥാർത്ഥ മൻഹജ്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, അപകടം പിടിച്ച പാതയിലുള്ള ആളുകളുടെ അവസ്ഥ, അവരോട് എടുക്കേണ്ട നിലപാട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് നിയോഗിക്കപ്പെട്ട ഏതെല്ലാം നബിമാരുണ്ടോ ആ നബിമാർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബാക്കളെയും ഹവാരിയങ്ങളെ, നമുക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സഫിലെല്ലാം ഈസാ നബിയുടെ ഹവാരിയങ്ങളെ പറ്റി പറയുന്നുണ്ട്. സഹായികൾ എന്നുള്ള അർത്ഥമാണ് അതിന്. അൻസാറുകൾ, ആ റസൂലിനെ സഹായിക്കുന്നവർ, റസൂലുള്ളാഹി എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ പ്രവാചകന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. ആ പ്രവാചകന്മാരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കുകയും അവരുടെ സുന്നത്തുകളെ പിൻപറ്റുകയും ചെയ്യുന്ന
ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അമല് ചെയ്യുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുത്തു കൊടുത്തതാണ് സ്വഹാബാക്കളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതാണ്. റസൂലുള്ളാഹിന്റെ സ്വഹബത്തിന് വേണ്ടി തെരഞ്ഞെടുത്തവരാണ് അവർ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമ സമുദായം എന്റെ സമുദായമാണ് എന്ന് പറയാനുള്ള കാരണവും അതാണ്. അപ്പൊ അവർ ചെയ്ത കാര്യം എന്താണ്? എല്ലാ നബിമാർക്കും ഇങ്ങനെ ആയിട്ടുണ്ട്. അവർ ചെയ്തിരുന്നത് യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി, അവർ നബിയുടെ കൽപ്പന അംഗീകരിക്കും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നബിയാണോ അയക്കപ്പെട്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളാവട്ടെ അതിനു മുമ്പുള്ള നബിമാരാവട്ടെ, ഈ ഹവാരിയങ്ങൾ ഈ സ്വഹാബാക്കൾ ആ നബി പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളെ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم إنها تخلف من بعدهم خلوف يقولون ما لا يفعلون ويفعلون ما لا يؤمرون. പിന്നെ അതിനുശേഷം ചില സമുദായങ്ങൾ വരും. ഈ പ്രവാചകന്റെയും ഉത്തമ സമുദായത്തിനു ശേഷം ചില കൂട്ടർ വരും. യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവര് ചെയ്യാത്ത കാര്യങ്ങളാണ് അവർ പറയുക, അവരോട് കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങളാണ് അവര് ചെയ്യുകയും ചെയ്യുക. പിൻഗാമികളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവര് ഹക്കിൽ നിന്ന് ഹക്ക് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അവര് ചെയ്യുന്നത് ഹക്കിനെതിരായിട്ടുള്ള കാര്യമായിരിക്കും. അവര് പറയുന്ന കാര്യങ്ങൾ ഹക്ക് ബോധ്യപ്പെട്ടിട്ട് അവർ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് അവര് പകർത്തുന്നുണ്ടാവില്ല. അവര് ചെയ്യുന്ന കാര്യങ്ങളോ അവരോട് കൽപ്പിക്കപ്പെടാത്ത ബിദ്അത്തുകളായിരിക്കും. അവര് ഇബാദത്ത് ചെയ്യുന്നത് ഈ പ്രവാചകന്മാർ പഠിപ്പിച്ചു എന്ന രീതിയിലായിരിക്കില്ല. ഈ പ്രവാചകന്മാരുടെ ഹവാരിയങ്ങൾ സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കുകയില്ല. അവരവരുടെ ഹവക്കനുസരിച്ച് അവര് ഇബാദത്തുകൾ ചെയ്ത് ദീനിൽ ബിദ്അത്തുകൾ പുതുതായി ഉണ്ടാക്കുന്ന അവസ്ഥ. പ്രവാചകന്റെ സുന്നത്തിനോടും കൽപ്പനകളോടും അതുപോലെ തന്നെ അതെല്ലാം തള്ളിക്കളഞ്ഞ് അവർക്ക് തോന്നിയ പോലെ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് അതാണ്. നമ്മുടെ നാടുകളിലെല്ലാം ബിദ്അത്തുകൾ, അവർക്ക് പലർക്കും ഹക്ക് എന്താണെന്ന് അറിയാം. ബിദ്അത്ത് ഉണ്ടാക്കുന്ന ആളുകൾ, അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഇൽമുള്ള ആളുകളെ സംബന്ധിച്ച് സാധാരണക്കാര ആളുകളെ പറ്റിയിട്ടല്ല, അവർക്ക് അറിയാം എന്താണ് ഹക്ക് എന്നറിയാം. പക്ഷേ അവരവരുടെ ഹവയെ പിൻപറ്റിക്കൊണ്ട് പല രീതിയിലുള്ള ബിദ്അത്തുകൾ പുതുതായി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന അവസ്ഥ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിനുൻ, ആരാണോ കൈകൊണ്ട് അവരോട് ജിഹാദ് ചെയ്യുന്നത് അവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിനുൻ, ആരെയാണോ നാവ് കൊണ്ട് ജിഹാദ് ചെയ്യുന്നത് അവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി, ഖൽബ് കൊണ്ട് ആരാണോ ജിഹാദ് ചെയ്യുന്നത് അവനും മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദലിൻ, ഇതൊന്നും ഇല്ലാത്ത ഒരുത്തന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവന് ഈമാനിന്റെ ഒരു അംശവും ഉണ്ടാവുകയില്ല. ഇത് പ്രശസ്തമായ മറ്റൊരു ഹദീസിന്റെ ആശയം കൂടിയാണ്. ഒരു തിന്മ തടയേണ്ട 3 രീതികൾ. ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4 രീതിയിലാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ വിശദീകരിക്കുന്നത് കാണാം. ഒന്നാമത്തേത് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ്. സ്വന്തം നഫ്സിനോടുള്ള ജിഹാദ് അത് ചെയ്യേണ്ടത് ഇൽമ് നേടിയിട്ടും അത് അമലാക്കിയിട്ടും അത് ദഅവത്ത് നടത്തിയിട്ടും അതിൽ ക്ഷമ അവലംബിച്ചുകൊണ്ടാണ്. നമുക്ക് സൂറത്തുൽ അസ്ർ അറിയുന്നത് പോലെ അതാണ് നഫ്സിനോടുള്ള ജിഹാദ്. രണ്ടാമത്തെ ജിഹാദ് ജിഹാദു ശൈത്താനാണ്. ശൈത്താനോടുള്ള ജിഹാദ്. ശൈത്താന് നമുക്കെതിരെ, മനുഷ്യർക്കെതിരെ 2 ആയുധങ്ങളാണ് ഉള്ളത്. ഒന്ന് ശുബ്ഹത്താണ്, 2 ശഹവത്താണ്. ഒരുത്തന്റെ ഈമാനിൽ ഉണ്ടാക്കുന്ന സംശയങ്ങളാണ് ശുബ്ഹത്ത്, ഒരുത്തന്റെ ഇൽമിൽ ഉണ്ടാക്കുന്ന സംശയങ്ങൾ. അതിനെ നേരിടേണ്ടത് ഇൽമിൽ യഖീൻ നേടിയിട്ടാണ്. ശഹവത്ത് കൊണ്ടുള്ള ഫിത്നകൾ ശൈത്താൻ തുറന്നു വിടും. ശൈത്താന്റെ 2 ആയുധങ്ങൾ മനുഷ്യർക്ക് നേരെ അതാണ്. അതിനെ നേരിടേണ്ടത് അമലിൽ സ്വബർ നേടിയിട്ടാണ്. അമലിൽ സ്വബർ നേടിയിട്ടാണ്. മൂന്നാമത്തേത് ജിഹാദുൽ കുഫാർ വൽ മുനാഫിഖീന, കുഫാറുകളോടും മുനാഫിഖുകളോടുമുള്ള ജിഹാദ്. അത് ഒരുത്തന്റെ ശരീരം കൊണ്ട്, ഒരുത്തന്റെ സമ്പത്ത് കൊണ്ട്, ഒരുത്തന്റെ നാവ് കൊണ്ട്, അതുപോലെ തന്നെ ഒരുത്തന്റെ കൽബ് കൊണ്ട് എല്ലാം ചെയ്യേണ്ട ജിഹാദാണ് അവർക്കെതിരെയുള്ളത്. അതുപോലെ തന്നെ നാലാമത്തേത് അഇമ്മത്തുൽ ളലാൽ വൽ ബിദ്അ, ബിദ്അത്തിന്റെ ആളുകളോട് അവരോട് ചെയ്യേണ്ടത് കൈകൊണ്ട് തടയാൻ പറ്റുന്ന, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൈകൊണ്ട് തടയാൻ പറ്റുന്നതാണെങ്കിൽ, അഥവാ നമ്മുടെ കീഴിലാണ് ഒരു ബിദ്അത്ത് നടക്കുന്നത്, നമുക്ക് കൈകൊണ്ട് തടയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നമുക്കതിന് അധികാരമുണ്ടെങ്കിൽ നാം അത് ചെയ്യണം. നാവ് കൊണ്ടാണ് നമുക്ക് അതിനെ തടയാൻ സാധിക്കുന്നത്, അതിന്റെ അപകടം ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നത്, അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്, അത് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ഇത് രണ്ടിനും കഴിയുന്നില്ലാത്തൊരവസ്ഥയാണ്, ദുർബലമായൊരവസ്ഥയാണ്. നമുക്ക് കൽബ് കൊണ്ട് അതിനോടുള്ള വെറുപ്പെങ്കിലും നമുക്ക് ഉണ്ടാവണം. ഇത് പൊതുവെ എല്ലാ തിന്മകളോടും നമുക്കുണ്ടാകും. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട രീതിയിലും അതിന് കീഴിലുമായിട്ട്
14 തരം ജിഹാദുകളാണ് ദീനിലുള്ളത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ 3 കാര്യങ്ങൾ കൈകൊണ്ട് തടയാൻ പറ്റുന്ന നമുക്ക് അധികാരമുള്ളതാണെങ്കിൽ ഏത് തിന്മയാവട്ടെ ബിദ്അത്താവട്ടെ നാം തടയണം. നാവ് കൊണ്ടാണെങ്കിൽ അത് നാവ് കൊണ്ട്, അതുപോലെ തന്നെ ഖൽബ് കൊണ്ട് വെറുക്കാനാണ് സാധിക്കുകയെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കാണുകയാണെങ്കിൽ അവൻ കൈകൊണ്ട് അതിനെ തടയട്ടെ. ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി, അവൻ അത് സാധിക്കില്ല, കൈകൊണ്ട് തടയാൻ സാധിക്കില്ല, അവൻ നാവ് കൊണ്ട് അതിനെ തടയട്ടെ. ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി, അതിനും സാധിക്കില്ല, അവൻ ഖൽബ് കൊണ്ട് അതിനോടുള്ള വെറുപ്പുണ്ടാവട്ടെ. അതുമില്ലെങ്കിൽ അവന് ഉള്ളിൽ ഈമാൻ, അവാഫുൽ ഈമാൻ, ഏറ്റവും ദുർബലമായ ഈമാനാണ് പിന്നെ അവനുള്ളത്. ഖൽബ് കൊണ്ടുള്ള വെറുപ്പെങ്കിലും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ഉണ്ടാവണം. കൈകൊണ്ട് തടയുക എന്നുള്ളത് നമുക്ക് അധികാരമുണ്ടെങ്കിലാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിലും പോയിട്ട് നമുക്ക് ചിലപ്പോൾ തടയാൻ പറ്റിക്കോളന്നില്ല. അത് കൂടുതൽ ഫിത്ന ഉണ്ടാവും, കൂടുതൽ കുഴപ്പത്തിലുണ്ടാവുക. നമ്മുടെ അധികാര പരിധിക്ക് കീഴിലാണ് ഒരു വിദ്യാർത്ഥി നടക്കുന്നത്, ഒരു തിന്മ നടക്കുന്നത് എങ്കിൽ നമ്മൾക്ക് തടയാൻ കഴിയുമെങ്കിൽ, കൈകൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ അതങ്ങനെ നാവ് കൊണ്ടെങ്കിൽ നാവ് കൊണ്ട്, ഖൽബ് കൊണ്ടെങ്കിൽ ഖൽബ് കൊണ്ട്. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പാഠങ്ങൾ, ഒന്ന്, നബിമാരുടെ സ്വഹാബാക്കളാണ് യഥാർത്ഥത്തിൽ ആ നബിമാരുടെ സുന്നത്ത് പിൻപറ്റിയിട്ടുള്ളത്. പിൽക്കാലക്കാർ അതിൽ പലതും കൂട്ടിക്കടത്തിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ ദീനിനെ മനസ്സിലാക്കണം, പഠിക്കണം. അതുപോലെ തന്നെ ഈ ബിദ്അത്തുകളെ സൂക്ഷിക്കുകയും വേണം. അടുത്ത ഹദീസ്, വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്ന ഉമർ റളിയല്ലാഹു അൻഹു ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരു ദിവസം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നാ നസ്മഉ അഹാദീസ മിൻ യഹൂദ തുഅജിബുനാ, ഞങ്ങൾ യഹൂദന്മാരിൽ നിന്ന് ചില വാക്കുകൾ കേൾക്കുന്നുണ്ട്, അവരുടെ ചില ഉദ്ധരണികൾ കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട്, നല്ല അത്ഭുതം കൂറുന്ന അല്ലെങ്കിൽ നല്ല സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്. അഫതറ അൻ നക്തുബ ബഅദഹ, ഞങ്ങൾ അതിൽ ചിലത് എഴുതി വെക്കുന്നതിന് നിങ്ങൾക്ക് എന്താ അഭിപ്രായം, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു. ജൂതന്മാര് പറയുന്ന അവർക്ക് ഇറങ്ങിയ കിതാബുകളിൽ ഉള്ള വാചകങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല ഇസ്രായേലിയാത്തുകൾ എന്ന് പറയുന്ന അതുപോലുള്ള കാര്യങ്ങളായിരിക്കാം, അത് ഞങ്ങൾ എഴുതി വെക്കുന്നതിനോട്, കുറച്ച് എഴുതി വെക്കുന്നതിനോട് എന്താ അഭിപ്രായം ചോദിച്ചു. ഫഖാല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമുതഹവ്വികൂന അൻതും കമാ തഹവ്വകതിൽ യഹൂദ് വന്നസാറ, ജൂതന്മാരും നസാറാക്കൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായതുപോലെ, ശരിയേതാ തെറ്റേതാ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായ പോലെ അവസ്ഥയിലാണോ നിങ്ങളുള്ളത്? എന്നിട്ട് പറയാണ്, ലഖദ് ജിഅ്തുകും ബിഹാ ബൈളാഅ നഖിയ്യ, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും വ്യക്തമായ തെളിഞ്ഞ കാര്യമാണ്, ഒരു സംശയത്തിന് ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. വലൗ കാന മൂസ ഹയ്യൻ, മൂസാ നബി അലൈഹിസ്സലാം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, മാ വസിഅഹു ഇല്ല ഇത്തിബാഇ, എന്നെ പിൻപറ്റലല്ലാതെ വേറൊരു മാർഗവും മൂസാ നബിക്ക് ഉണ്ടാകുമായിരുന്നില്ല. റവാഹു അഹ്മദ്, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് വളരെ പ്രശസ്തമായ, ഇത് വേറെ ചില രീതികളിലും ഈ റിവായത്തുകൾ വന്ന് കാണാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ദീൻ ഇസ്ലാം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ച, അതിൽ യാതൊന്നും കൂട്ടേണ്ട ആവശ്യമില്ലാത്ത വിധം, കുറയ്ക്കേണ്ടത് ആവശ്യമില്ലാത്ത വിധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മളത് ചെയ്താൽ മതി, നമ്മളത് ജീവിതത്തിൽ ഒന്ന് കൊണ്ട് നടന്നാൽ മതി, നേരാൻ വണ്ണം. അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. കാരണം അല്ലാഹു തആല പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് ദീൻ ഇതാ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. ഈ ആയത്തിന് ശേഷം വേറൊരു അഹ്കാമിന്റെ ആയത്ത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ വേറെ തന്നെ ഒരു ഹുക്കുമായിട്ട് ഒരു ആയത്ത് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തിനും, ലോകാവസാനം വരെയുള്ള എല്ലാ കാലത്തിനും, എല്ലാ മനുഷ്യർക്കും, എല്ലാ നാടുകളിലും ഈ ഖുർആൻ അല്ലെങ്കിൽ ഈ ദീനിന്റെ ശറഅ് മതിയായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നത്, ഈ ജൂതന്മാരുടെ അവരുടെ സംസാരങ്ങളിൽ നിന്ന്, നമുക്കറിയാം അവരുടെ കിതാബുകളിൽ ഒരുപാട് ശരികളുണ്ട്, ശരിയോ തെറ്റോ നമുക്കറിയില്ല, അവർ കുറെ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇറങ്ങിയ കിതാബാണ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഇന്ന് അവരുടെ കയ്യിലുള്ളെങ്കിൽ കൂടി അവർക്കത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. കിതാബ് ലഭിച്ചവരാണ് യഹൂദന്മാർ നസാറാക്കളും, അല്ലാതെ നമ്മുടെ നാടുകളിലുള്ള മുശ്രിക്കുകളെ പോലെ യാതൊരു അടിസ്ഥാനമില്ലാത്ത മതമുള്ളവരല്ല.
സിമറ്റിക് മതങ്ങൾ എന്നെല്ലാം പറയുന്ന വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള മതക്കാരാണ് ജൂതനസാറാക്കൾ. അപ്പോൾ അവരുടെ ചില സംസാരങ്ങൾ അത് അത്ഭുതപ്പെടുത്തുന്ന, ആകർഷണം തോന്നുന്നതാണ്. അപ്പൊ അത് എഴുതി വെക്കട്ടെയോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ലൗ കാന മൂസ ഹയ്യൻ മാ വസിഅഹു ഇല്ല ഇത്തിബാഇ. നമുക്കറിയാം, ജൂതന്മാരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ പ്രമുഖനാണ് മൂസാ നബി അലൈഹിസ്സലാം. മുമ്പ് വേറെയും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാം ഇപ്പൊ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കൂടി എന്തേ വഴിയുള്ളൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലേ വഴിയുള്ളൂ. കാരണം ഈസാ നബി അലൈഹിസ്സലാം വന്നാലും ഇവിടെ നടത്താൻ പോകുന്ന ശറഅ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. ഈസാ നബി അലൈഹിസ്സലാം വരുന്ന ആ സന്ദർഭം നമുക്ക് ഹദീസുകളിൽ കാണാം. അവിടെ ഇമാം മഹ്ദി സുബ്ഹി ജമാഅത്തിന് വേണ്ടി ഇമാം നിൽക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുക്കും. അപ്പോഴാണ് ഈസാ നബി അലൈഹിസ്സലാം നമസ്കരിച്ചിന്റെ മസ്ജിദിലേക്ക് വരുന്നുണ്ടാവുക, ആകാശത്ത് നിന്ന് ഇറങ്ങുക, 2 മലക്കുകളുടെ ചിറകളിൽ കൈവച്ചുകൊണ്ട്. ആ ഇറങ്ങുന്ന സന്ദർഭങ്ങളിൽ ഈസാ നബി അലൈഹിസ്സലാം ഇമാം നിൽക്കാൻ വേണ്ടി ഇമാം മഹ്ദി മാറി നിന്ന് കൊടുക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാം പറയും, ഇത് ഇഖാമത്ത് നിങ്ങൾക്ക് കൊടുത്തതാണ്. ചിലരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്, ഇത് നിങ്ങൾ നമസ്കരിക്കണം. അങ്ങനെ ഇമാം മഹ്ദിയുടെ പിന്നിൽ നിന്നുകൊണ്ട് റസൂലായ ഈസാ നബി അലൈഹിസ്സലാം നമസ്കരിക്കും, ആ ഒറ്റ ജമാഅത്ത്. പിന്നീടുള്ള നമസ്കാരങ്ങളെല്ലാം ഇമാം നിൽക്കുക ഈസാ നബി അലൈഹിസ്സലാം ആയിരിക്കും. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇവിടെ എന്താണ് ഇമാം മഹ്ദിയുടെ പിന്നിൽ ഈസാ നബി അലൈഹിസ്സലാം നിസ്കരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ഒരു വ്യക്തിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഈ റസൂൽ നിസ്കരിക്കുന്നത്, ആ റസൂൽ നടത്താൻ പോകുന്നത്, അംഗീകരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഅാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ഒരു ഫളലാണത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഖുർആനും ഹദീസും തന്നെ ധാരാളമാണ്, മറ്റൊന്നിലേക്കും പോകാതെ. നമുക്ക് ഇനി നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പല കിതാബുകളും പല തഫ്സീറുകളും എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിയാത്തുകൾ ഉദ്ധരിക്കുന്നത് കൊണ്ട് തെറ്റില്ലാത്തൊരു വശമുണ്ട്. പക്ഷെ ധാരാളമായി ഉദ്ധരിച്ച് ചില ആളുകൾ അതിന് പിന്നാലെ പോയ ആളുകളെ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈ ഇസ്രായേലിയാത്തുകളിൽ അധികമുള്ള ഒരു കാര്യമാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അർക്കാൻ കൊണ്ടുപോയ മകൻ അത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമാണ് എന്നുള്ളത്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അല്ല. അവരത് അങ്ങനെ വരുത്തി തീർക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയുള്ളവരാണ് ജൂതന്മാർ. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ യഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് ബനൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ആ പരമ്പരയുടെ ഫള് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ അത് അങ്ങനെ പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര, ആ ശ്രേഷ്ഠതയാണ് സത്യമായിട്ടുള്ളത്. എന്നാൽ പല പണ്ഡിതന്മാരും, ഇസ്ലാമിൽ അറിയപ്പെടുന്ന പല പണ്ഡിതന്മാരും ഈ ഇസ്രായേലിയാത്തുകളെ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് ചിലർ അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും, അത് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമാണ്. തെറ്റാണത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമായിരിക്കും, അവരുടെ പഠനവും ഗവേഷണവുമായിരിക്കും. എന്നാൽ ഇങ്ങനെ പല രീതിയിൽ തെറ്റിപ്പോകാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വേറെയുമുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും തന്നെ ധാരാളമാണ്. എത്രയോ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിന്റെ മഹത്വവും അതുപോലെ തന്നെ മറ്റുള്ള വേദഗ്രന്ഥങ്ങളെക്കാൾ ഖുർആനെയാണ് നാം ഉൾക്കൊള്ളേണ്ടത്. മറ്റുള്ളതിനെ അവർ എഴുതി കൂട്ടിയതും എല്ലാം നാം മുമ്പ് മറ്റൊരു കഴിഞ്ഞ 2 കിതാബുകളുടെ ബാബിൽ, കിതാബുകളിലുള്ള ഈമാനുമായി ബന്ധപ്പെട്ട ബാബിൽ വിശദമായ കാര്യങ്ങൾ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. അടുത്ത റിവായത്ത്, വഅൻ അബീ സഅലബത്തുൽ ഖുശനി റളിയല്ലാഹു അൻഹു മർഫൂഅൻ ഇന്നല്ലാഹ ഫറള ഫറാഇദ ഫലാ തുളയ്യിഊഹാ وحد حدودا فلا تعتدوها وحرم أشياء فلا تنتهكوها وسكت عن أشياء رحمة لكم غير نسيان فلا تبحثوا عنها. حديث حسن رواه الدارقطني وغيره. അബൂ സഅലബത്ത് അൽ ഖുശനി റളിയല്ലാഹു അൻഹു മർഫൂആയി കൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ ഫറള ഫറാഇദ ഫലാ തുളയ്യിഊഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നിങ്ങളുടെ മേലെ നിർബന്ധമാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ പാഴാക്കരുത്, അത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. വഹദ്ദ ഹുദൂദൻ, ചില പരിധികൾ നിർണയിച്ചിട്ടുണ്ട്, ഫലാ തഅതദൂഹാ, അതിനെ അതിരുകവിയുന്ന മറികടക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്.
വഹറമ അശിയാ, ചില കാര്യങ്ങളെ ഹറാമാക്കിയിട്ടുണ്ട്. ഫലാ തൻതഹികൂഹ, അതും പരിധി ലംഘിക്കുന്ന ആ ഹറാമ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ ആവരുത്. വസകത അൻ അശിയാ, ചില കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും പറഞ്ഞിട്ടില്ല. റഹ്മത്തൻ ലക്കും, നിങ്ങൾക്കുള്ള കാരുണ്യമായി കൊണ്ടാണ്. ഗൈറ നിസ്യാനിൻ, അല്ലാഹ് മറന്നോണ്ടല്ല അത്. ഫലാ തബ്ഹസു അൻഹ, അതിന്റെ പിന്നാലെ അന്വേഷിച്ചു കൂടാൻ നിങ്ങൾ നിൽക്കരുത്. വളരെ മഹത്തരമായിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ കാര്യങ്ങളെ നാലാക്കി തിരിച്ചുകൊണ്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായി പറഞ്ഞത് അൽ വാജിബാത്ത് വൽ ഫറായിദ്, നിർബന്ധമായിട്ടും ഒരടിമ ചെയ്യേണ്ട കാര്യങ്ങൾ. അതെന്ത് ചെയ്യാൻ പാടില്ല? അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഒഴിവാക്കാൻ പാടില്ല. അത് കൊണ്ടുവരൽ, അത് ചെയ്യൽ അവന്റെ മേലെ നിർബന്ധമാണ്. രണ്ടാമത്തേത് മുഹറമാറ്റ്, അള്ളാഹ് ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ. അതെന്ത് ചെയ്യാൻ പാടില്ല? അതവൻ പ്രവർത്തിക്കാൻ പാടില്ല, അതവൻ ഒഴിവാക്കേണ്ടതാണ്. മൂന്നാമത്തേത് അൽ ഹുദൂദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചിട്ടുള്ള പരിധികളുണ്ട്. അതായത് അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ തന്നെ അതിന് ഒരു പരിധി അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ഹലാലായിട്ടും ഹറാമായിട്ടും. ഇപ്പൊ ഭക്ഷണം കഴിക്കണം, അതിൽ ഹലാലായതുണ്ട്, ഹറാമായതുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധം, അതിൽ ഹലാലായതുണ്ട്, ഹറാമായതുണ്ട്. അള്ളാഹുവിന്റെ ഒരു ഹദ് ഉണ്ട് ഓരോന്നിന്, അത് പാലിക്കണം. അള്ളാഹു തആല പറഞ്ഞ തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅതദൂഹ, അള്ളാഹുവിന്റെ പരിധികളാണത്. അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകളുണ്ട്, ഓരോ മേഖലയിലുണ്ട്. അത് നിങ്ങൾ അതിർ ലംഘിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഹറാമുകളിലേക്ക് നയിക്കുന്ന ആ രീതിയിൽ പോകാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് അൽ മസ്കൂതു അൻഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് ഒന്നും പറയാത്ത ചില കാര്യങ്ങളുണ്ട്. നിർബന്ധമാണെന്നും പറഞ്ഞിട്ടുണ്ടാവൂല, ഹറാമാണെന്നും പറഞ്ഞിട്ടുണ്ടാവൂല, അത് പിന്നെ അനുവദനീയമാണെന്നുള്ളതിന് പ്രത്യേകിച്ചൊരു തെളിവുണ്ടാവൂല. അങ്ങനത്തെ ചില പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത് എന്തെങ്കിലും ചില കാര്യങ്ങൾ, ചില മസാലകൾ പ്രത്യേകിച്ച് യാതൊരുവിധ ചർച്ചക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇങ്ങനെ അന്വേഷിച്ച് ഇറക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അതിന് പിന്നാലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് അന്വേഷിച്ച് കൂടാനും പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറന്നുകൊണ്ട് ഒഴിവാക്കിയതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും എന്ത് സംഭവിക്കില്ല? മറവി സംഭവിക്കുകയുമില്ല. പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ അത് നമുക്ക് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു മസ്അല ചോദിക്കേണ്ട, ദീനീ ഹുക്മ് ചോദിക്കേണ്ടതില്ലാത്ത പല മസ്അലകൾ ഉണ്ടാവും. എന്നാൽ ചില ആളുകൾ ഉണ്ടായിരിക്കും ഇതുപോലെയുള്ള മസ്അലകളുടെ, ഇതുപോലെയുള്ള കാര്യങ്ങൾ പിന്നാലെ കൂടി 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 ഇതിലെന്താ ഉണ്ടാവുക എന്ന് അന്വേഷിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. ഇങ്ങനെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉലമാക്കൾ ചോദ്യങ്ങളെ, ദീനീ വിഷയങ്ങൾ ചോദിക്കുന്നതിനെ രണ്ട് തരമായിട്ട് വിഭജിച്ച് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഒന്നാമത്തെ ഒരു തരം ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട്, ഒന്നെങ്കിൽ അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അനാവശ്യമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളെ പിന്നാലെ കൂടുന്ന, ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്നുള്ളത് അത് അവനെ നശിപ്പിക്കുന്നതാണ്. മുൻഗാമികളെ നശിപ്പിച്ചത് അധികരിച്ച ചോദ്യങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, അവര് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു വിഷയത്തിന്റെ ഹുക്മ എന്താണെന്ന് മനസ്സിലാക്കാൻ, ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ അറിയാൻ വേണ്ടി മാത്രം നല്ല നിയ്യത്തിൽ ചോദിക്കുന്ന ആളുകൾ. അത് ചോദിക്കണം. അറിയാത്ത കാര്യങ്ങൾ ഉലമാക്കളോട് ചോദിക്കണം. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയാത്ത വിഷയം ഇൽമുള്ളവരോട് തന്നെ ചോദിക്കേണ്ടത്. പക്ഷെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു ബുദ്ധിമുട്ട്, സ്വയം ഞെരുക്കമുണ്ടാക്കുന്ന അവസ്ഥ, അത് വളരെ അപകടം പിടിച്ചതാണ്. അതായത് ദീനിന്റെ കാര്യങ്ങൾ നിർബന്ധമായതുണ്ടാകും, ഹറാമായതുണ്ടാകും, അതുപോലെ തന്നെ പിന്നെ ഹദ്ദുകൾ ഉണ്ടാകും, ഒന്നും മിണ്ടാത്ത കാര്യങ്ങൾ, അല്ലാഹു തആല പ്രത്യേകിച്ച് പരാമർശിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവും. അതിന് പിന്നാലെ കൂടിയിട്ട് പോകുക എന്നുള്ളത് നമുക്ക് നഷ്ടം സംഭവിക്കും. ഇതേ ആശയം ഒന്നുകൂടി വിശദീകരിക്കുന്ന ഹദീസാണ് തൊട്ടടുത്തുള്ളത്. അതുകൂടി ആവുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാവും. വഫി സഹീഹൈൻ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു, ഞാൻ എന്താണോ നിങ്ങൾക്ക് വിരോധിക്കുന്നത് അത് നിങ്ങൾ ഒഴിവാക്കുക. വമാ അമർതുകും ബിഹി ഫഅതു മിൻഹു മസ്തതഅതും, ഞാൻ കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാം വിധമെല്ലാം നിങ്ങൾ അത് പ്രവർത്തിക്കുക, കൊണ്ടുവരിക. ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻപുള്ളവരെ നശിപ്പിച്ചത്
ബികസ്റതി മസായിലിഹിം, അധികരിച്ച ചോദ്യങ്ങളാണ്. വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം, പ്രവാചകന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. അത് പ്രവാചകങ്ങളുടെ വിശ്വാസത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ചിലരെ ഉൾക്കൊണ്ടുകൊണ്ടും ചിലരെ തള്ളിക്കൊണ്ടും ആ രീതിയിലാക്കിയത് കൊണ്ടാണെന്നുള്ളത്. ഇവിടെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രധാനപ്പെട്ട നേരത്തെ ഹദീസിൽ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല, ആ രീതിയിലുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു, നിങ്ങൾക്ക് വിരോധിച്ച കാര്യങ്ങൾ എന്താണോ അത് പൂർണ്ണമായി ഒഴിവാക്കണം. അതൊരു അടിസ്ഥാന ഖായിദയാണ്. ഹറാമായ കാര്യങ്ങളെ നമ്മൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ചെയ്യാമെന്നുള്ളതല്ല, അത് പൂർണ്ണമായി നാം ഒഴിവാക്കേണ്ടതാണ്. വമാ അമർതുകും ബിഹി ഫഅ്തു മിൻഹു മസ്തതഅതും, കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി കൊണ്ടുവരിക. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? തോന്നിയ പോലെ ഇഷ്ടമുള്ളത് ചെയ്താൽ മതി എന്നല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ടുള്ള ഉദ്ദേശം ഇപ്പോ നിന്ന് നമസ്കരിക്കുക, നമസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത് നമസ്കാരത്തിന്റെ റുക്കനാണ്, നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതാണ്. ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് ഇരുന്ന് നമസ്കരിക്കാം, ഇരിക്കാനും കഴിയുന്നില്ലെങ്കിൽ കിടന്ന് നമസ്കരിക്കാം, സാധിക്കുന്ന രീതിയിലെല്ലാം. അതുപോലെ ചില ആളുകൾക്ക് വുദു എടുക്കാൻ, വെള്ളം കൊണ്ട് വുദു എടുക്കാൻ പറ്റില്ല, അവർക്ക് തയമ്മും ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഇളവുകൾ ഇസ്ലാമിൽ കൽപ്പിച്ച കാര്യങ്ങളിൽ അവന് കഴിവില്ലെങ്കിൽ ചെയ്യാവുന്ന മേഖലകളുണ്ട്, അവനെ എളുപ്പമാക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞതാണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു തആല അവർക്ക് ഒരു നഫ്സിനെയും സാധിക്കാത്ത വിഷയത്തിന്റെ മേലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിക്കുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബികസ്റതി മസായിലിഹിം വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം, നിങ്ങളെ മുൻപുള്ളവരെ നശിപ്പിച്ചത് അധികരിച്ച ചോദ്യങ്ങളാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഫലാ തബ്ഹസു അഫ്വൻ ഖദ് ഫറലല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേലെ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ കൊല്ലവും ഞങ്ങൾ ചെയ്യണോ ചോദിച്ചു, എല്ലാ വർഷവും ഞങ്ങൾ ഹജ്ജ് ചെയ്യണോ ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. വീണ്ടും വീണ്ടും അങ്ങനെ 3 തവണ വ്യക്തി ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖുൽതു നഅം, ഞാനെങ്ങാനും വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലവജബത് വലമസ്തതഅതും, നിങ്ങൾക്ക് അത് നിർബന്ധമാകുമായിരുന്നു. ഞാനെങ്ങാനും ഈ ചോദ്യത്തിന് നഅം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മേലെ നിർബന്ധമാകുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ദറൂനി മാ തറക്തുകും, ഞാൻ നിങ്ങൾക്ക് പറയാതെ വിട്ടേച്ചിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കോളയും. ഫഇന്നമാ അഹലക മൻ കാന ഖബ്ലകും ബികസ്റതി സുആലിഹിം വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം, നിങ്ങളെ മുൻഗാമികളെ നശിപ്പിച്ചത് അധികരിച്ച ചോദ്യങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൽപ്പിച്ച കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യുക, വിരോധിച്ചത് ഒഴിവാക്കുക എന്നുള്ളത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. അവിടെ ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഹജ്ജ് ചെയ്താൽ മതി. കൂടുതൽ ചോദിച്ച് അതെങ്ങനെയൊക്കെയാണെന്നുള്ള ഇങ്ങനെ എന്താ പറയാ അധികരിച്ച ചോദ്യങ്ങൾ കാണാം. നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം കാണാം സൂറത്തുൽ ബഖറയിൽ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആ കാലത്ത് ഒരാള് മരണപ്പെടുകയുണ്ടായി, ഒരാള് വധിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. അപ്പൊ ഇയാളെ ആരോ കൊന്നതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇയാളെ കൊന്നത് ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ ആളുകൾക്ക് കണ്ടുപിടിക്കാൻ കിട്ടിയില്ല. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് വന്ന് പറയുകയും മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പശുവിനെ അറുത്ത് അതിന്റെ മാംസം കൊണ്ട് ഈ മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ അടിച്ചാൽ ആ വ്യക്തി വീണ്ടും ജീവൻ ലഭിക്കുകയും ആരാണ് വധിച്ചതെന്ന് പറയുകയും ചെയ്യുമെന്നെല്ലാം പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ കുടുംബക്കാരൻ തന്നെയാണ് വധിച്ചത് ഒക്കെ തഫ്സീർ, ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. നമ്മുടെ വിഷയം ഇവിടെ പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോ ഈ ബനൂ ഇസ്രായേലുകൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പശുവിനെ അറുക്കാൻ പറഞ്ഞ അറുത്താ മതി. അവര് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു, എങ്ങനത്തെ പശുവാണ്, എത്ര പ്രായമുള്ള പശുവാണ്, എന്ത് തൊലിയുടെ നിറമുള്ള പശുവാണ്, അതിൽ എങ്ങനത്തെ പശുവാണ്, അങ്ങനെ ചോദിച്ച് 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 ആ കാര്യം അവരുടെ മേലെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാക്കി. പശുവിനെ അറുക്കാൻ പറഞ്ഞാൽ അറുത്താ മതി, പക്ഷെ ഓരോന്നും ചോദിച്ച് ഇന്ന നിറം വേണം, ഇന്ന പ്രായമായിരിക്കണം, ഇന്ന രൂപത്തിലായിരിക്കണം, ഇന്നതിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പശുവിനെ ലഭിക്കാതെ അന്വേഷിച്ച് നടക്കേണ്ട, അതിനെ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അവര് സ്വന്തത്തിൽ ഞെരുക്കുണ്ടാക്കി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഞെരുക്കുണ്ടാക്കി. അപ്പൊ എന്തെങ്കിലും കൽപ്പനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാണെങ്കിൽ ആ കൽപ്പന നമ്മൾ ചെയ്യുക, അനുസരിക്കുക എന്നുള്ളതാണ്.
അതിന് പിന്നാലെ ഇങ്ങനെ അന്വേഷിച്ച് ചോദിച്ചുകൊണ്ടേ നടക്കുന്ന ചില ആളുകൾക്ക് ഒരു വസ്വാസം അത് ഉണ്ടാവും. നമ്മുടെ നാടുകളൊക്കെ കാണാൻ സാധിക്കും. ചില നിസ്സാരമായ വിഷയങ്ങളിൽ പോലും അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് അവരുടെ നിയത്ത് ചിലപ്പോൾ ചില സാധുക്കളുണ്ട്, നല്ല നിയത്താണ്, അറിയാനുള്ള കൊതി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ശരിയാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നാലെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളെ കൊണ്ടും അതിന് പിന്നാലെ കൂടുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ പോകരുത്. അത് മുൻഗാമികളെ നശിപ്പിച്ച കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. وعن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലറല്ലാഹു അബ്ദൻ സമിഅ മഖാലതി ഫഹഫിളഹാ വവആഹാ വഅദ്ദാഹാ. ഒരു അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിക്കട്ടെ, അവന് നല്ല പ്രതിഫലം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന. സമിഅ മഖാലതി, ഞാൻ പറഞ്ഞത് അവൻ കേട്ടു, ഫഹഫിളഹാ, അവൻ പഠിച്ചു, വവആഹാ വഅദ്ദാഹാ, അതവൻ ഉൾക്കൊണ്ടു, മനസ്സിലാക്കി, അതവൻ കർമ്മം ചെയ്തു, അവൻ അതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. എത്രയോ ആളുകളുണ്ട് ചില ഇൽമുകൾ കൊണ്ടു നടക്കുന്നവർ എന്നാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, അതിന്റെ ഫിഖ് അവർക്ക് ലഭിച്ചിട്ടില്ല. ചില ഇൽമുള്ള ആളുകൾ അത് എത്തിച്ചു കൊടുക്കുന്നവർക്കായിരിക്കും ഇവരെക്കാൾ ആ കാര്യം മനസ്സിലാക്കുക. ഒരു കാര്യം ഉണ്ട്, ഇപ്പൊ റസൂലുള്ളാഹിന്റെ മഖാലത്തി റസൂലിന്റെ ഹദീസ്, അത് ഒരാൾക്ക് ഹിഫ്ള് ഉണ്ട്, പക്ഷെ അതിന്റെ ആശയം അവന് മനസ്സിലായിട്ടാവില്ല. പക്ഷെ അതവൻ വേറൊരാൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ആശയം ഇവനേക്കാൾ മനസ്സിലാവുക മറ്റൊരാൾക്കായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ ലാ യഗില്ലു അലൈഹിന്ന ഖൽബു മുസ്ലിം. മൂന്ന് കാര്യങ്ങൾ അതുണ്ടെങ്കിൽ ഒരു മുസ്ലിമിന്റെ കൽബിന് പിന്നീട് ഒരു പകയോ അതുപോലെ തന്നെ ഉൾപ്പക ഹഖദൊന്നും ഉണ്ടാവുകയില്ല. ഒന്ന്, ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യുന്ന കർമ്മങ്ങളിലെ ഇഖ്ലാസ്. രണ്ട്, വന്നസീഹത്തു ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോടുള്ള നസീഹ. വലുസൂമു ജമാഅത്തിഹിം, മുസ്ലിമീങ്ങളെ ജമാഅത്തിനോട് യോജിച്ച് നിൽക്കുക എന്നുള്ളത്. ഫഇന്ന ദഅവതഹും തുഹീതു മൻ വറാഅഹും, അവരുടെ ദഅവത്ത് എന്നുള്ളത് പിന്നെ മറ്റുള്ളവരെല്ലാം അവരെ പിന്നിലുള്ളവരെല്ലാം ഉൾക്കൊള്ളുന്ന ഇസ്ലാമിലേക്കുള്ള ദഅവത്തായിരിക്കും. റവാഹു ഷാഫിഈ വൽ ബൈഹഖി മിനൽ മദ്ഖൽ വറവാഹു അഹ്മദ് വഇബ്നു മാജ വദ്ദാരിമി അൻ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇതും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, തഅബുൽ ഹദീസ് പഠിക്കുന്നതിന്റെ മഹത്വവും പ്രാധാന്യവും അതുപോലെയുള്ള കാര്യങ്ങൾ. രണ്ട്, മുസ്ലിമീങ്ങളോടുള്ള നസീഹ, അള്ളാഹുവിനോടും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളോടും ഉണ്ടായിരിക്കേണ്ട നസീഹ. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നവറല്ലാഹു അബ്ദൻ സമിഅ മഖാലതി ഫഹഫിളഹാ വവആഹാ വഅദ്ദാഹാ. എന്റെ ഒരു ഹദീസ്, ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു ഹദീസ് ഹിഫ്ളാക്കുകയും അത് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തവനെ അല്ലാഹു തആല പ്രകാശിപ്പിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകട്ടെ എന്നുള്ളതാണ്. നമുക്കറിയാം, ഹദീസ് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയാറുള്ളത് പോലെ അൽ വഹ്യു സാനി, രണ്ടാമത്തെ വഹിയാണ്. പ്രമാണം എന്നുള്ള നിലക്ക് ഖുർആനിനോട് യോജിച്ച് നിൽക്കേണ്ട കാര്യമാണ്. ഖുർആനിനോ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഖുർആനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഹദീസും ഒപ്പം വേണം, അതുപോലെ ഹദീസിനോടൊപ്പം സഹാബാക്കളുടെ ഫഹമും വേണം. എന്നാൽ മാത്രമാണ് ഖുർആനിനെ ഉൾക്കൊള്ളേണ്ട മുറപ്രകാരം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിക്കാതെ പോയതാണ് ഇസ്ലാമിക ലോകത്ത് ഇത്രയധികം പിഴച്ച വിഭാഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോ ഹദീസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വഹിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിനെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഇറക്കിക്കൊടുത്ത വഹികളാണ്. ആ വഹീനെ ആരാണോ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഗൈറ ഫഖീഹിൻ. ഒരുപാട് ആളുകൾ ഉണ്ടാവും, അവര് ഇൽമുള്ളവരായിരിക്കും, ഹദീസ് ഹിഫ്ളുള്ളവരായിരിക്കും, പക്ഷെ അതിൽ നിന്നുള്ള ഒരു ഫിഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അതിന്റെ ഫഹ്മ് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാൽ അവരെ ആ ഹദീസിനെ പഠിച്ച് അത് കൊണ്ടു നടക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ടാകും. എന്നിട്ട് പറഞ്ഞു, വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു. ചില ആളുകൾ ഇതുപോലെയുള്ള ഹദീസുകളെ ഹിഫ്ളാക്കിയിട്ട്
അതവരെത്തിക്കുന്നത് ആർക്കായിരിക്കും? അവരെക്കാൾ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന, അതിനേക്കാൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആളുകളിലേക്കായിരിക്കും. ഒരു ഹദീസ് നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഓരോ ആളുകൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. അതിൽ വ്യത്യസ്തരായിരിക്കും. ഒരു ഹദീസ് ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് അതിന്റെ ആശയം യഥാർത്ഥ രൂപത്തിൽ മുഴുവൻ മനസ്സിലായിക്കൊള്ളുന്നില്ല. അത് അയാളുടെ തഖ്വയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള അടുപ്പവും ഇഖ്ലാസും സിദ്ഖും എല്ലാം അതിനെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറയാറുള്ളത്, നിങ്ങൾ ഇൽമ് നേടുന്നതിന് മുമ്പ് സിദ്ഖ് പഠിക്കണം, ഇൽമ് നേടുന്നതിന് മുമ്പ് ഈമാൻ നേടണം, സിദ്ഖ് നേടണം എന്നെല്ലാം പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൽമ് എന്തെങ്കിലും മനസ്സിലാവണമെങ്കിൽ അത് വേണം. അല്ലാതെ വെറുതെ കുറെ കാണാതെ പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ ഇൽമ് കയ്യിലുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മനസ്സിലായിക്കോളുന്നില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ കാര്യങ്ങൾ ഒരുത്തൻ പഠിച്ചിട്ടുണ്ട്, ഇത് വേറൊരാൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ കേൾക്കുന്നവനായിരിക്കും ഈ പഠിച്ചവനേക്കാൾ അത് മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹു ചില ആളുകൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ചില ആളുകൾക്ക് അള്ളാഹു തആല മനസ്സിലാക്കി കൊടുക്കും. മുഴുവനും തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. ഒരുത്തൻ അള്ളാഹുവിനെ എത്ര സൂക്ഷിക്കുന്നുവോ അത്രത്തോളം ഇൽമും ഫഹമും നൂറും അവന്റെ ഖൽബിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. അപ്പോ ഇവിടെ ഹദീസ് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ഭാഗത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഹദീസിനെ മനസ്സിലാക്കേണ്ടതിന്റെ ഗൗരവം പറഞ്ഞു, ഹദീസ് എത്തിച്ചു കൊടുക്കുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തത്തിൽ ഉണ്ടാകുന്ന ഉജ്ബ്. ഇവിടെ പറഞ്ഞ എന്താണ്? കുറെ ഇൽമുള്ള ആളുകൾ ഉണ്ടാവും, ഒന്നും മനസ്സിലാവാത്ത ആളുകൾ. അവരെത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്കായിരിക്കും അതിനേക്കാൾ മനസ്സിലാവുക. അപ്പൊ കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും എന്തൊക്കെയാ അറിയാം. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾക്ക് കേൾക്കണ്ട, അവർ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ നമ്മളെക്കാൾ ആ കാര്യം മനസ്സിലാകുന്നത് ആ കേൾക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ സ്വന്തത്തിൽ ഒരു ഉജ്ബ്, ഒരു തസ്കിയത്തുൻ നഫ്സ്, ഞാൻ നല്ലവനാണ്, എനിക്കറിയുന്നവനാണ്, ഞാൻ ഇൽമുള്ളവനാണ് എന്നുള്ള ധാരണ ഒരുത്തനും വേണ്ട. അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ അള്ളാഹു തആല ഇൽമും ഫഹ്മും നൽകും. ഈ ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗം, ഒന്നാമത്തെ ഭാഗം ഹദീസുമായി ബന്ധപ്പെട്ട് ഹദീസ് പഠിക്കുന്നതിന് പറഞ്ഞു. രണ്ടാമത്തേത് അള്ളാഹുവിനോട് മുസ്ലിമുകളോടുള്ള നസീഹത്ത്, അതിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ, മൂന്ന് കാര്യങ്ങൾ, ലാ യഗല്ലു അലൈഹിന്ന ഖൽബു മുസ്ലിം, അതുണ്ടെങ്കിൽ ഒരു മുസ്ലിമിന്റെ കൽബിൽ പിന്നെ ഉൾപ്പകയോ അതുപോലെ തന്നെ പക, വിദ്വേഷം അതൊന്നും ഉണ്ടാകില്ല. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അമല് ചെയ്യുന്നതിലെ ഇഖ്ലാസ് എന്നുള്ളത്. സഹോദരങ്ങളെ, എല്ലാ നന്മയുടെയും അടിസ്ഥാനം തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ, പരസ്യമായതാവട്ടെ രഹസ്യമായതാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൽബിൽ പിന്നെ മറ്റൊരാളോട് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷമോ പകയോ ഇല്ലാത്ത തരത്തിൽ ആ കൽബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിക്കും. ആ കൽബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിക്കും. ശിർക്കിന്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവായിട്ട് ഇഖ്ലാസുള്ള തൗഹീദ് ഉള്ളവരായിട്ട് നമുക്ക് മാറാൻ സാധിച്ചാൽ അല്ലാഹു തആല നമ്മുടെ കൽബിനെ കൽബ് ശുദ്ധിയാകുന്നതിന്റെ അടിസ്ഥാനം തൗഹീദാണ്. കൽബിന്റെ സമാധാനത്തിന്റെ അടിസ്ഥാനം തൗഹീദാണ്. എന്തെല്ലാം രോഗങ്ങൾ നമ്മുടെ കൽബിനെ ബാധിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം ശിഫ തൗഹീദാണ്. എന്തെല്ലാം നന്മകൾ നമുക്ക് വരേണ്ടതുണ്ടോ അതിന്റെ എല്ലാം അടിസ്ഥാനം തൗഹീദാണ്. കാരണം നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത് അതിനു വേണ്ടിയിട്ടാണ്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ, അത് പൂർത്തീകരിക്കാതെ നമ്മുടെ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കൂല. നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നമാവട്ടെ, നമ്മുടെ സാമ്പത്തിക പ്രശ്നമാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങളാവട്ടെ, എന്ത് പ്രശ്നമാവട്ടെ, തൗഹീദിന്റെ ഭാഗം ക്ലിയർ ആക്കാതെ ഇതൊന്നും ശരിയാവൂല. അത് ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ശിർക്കിൽ മുഴുകുന്നത് കാണാം. ഇസ്തിഗാസ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അറവ് നടത്തി നേർച്ച നേർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകൾ ഔലിയാക്കളിലേക്കും സാലിഹീങ്ങളിലേക്കും ഖബറിലേക്കും ജാറത്തിലേക്കും ഏതെങ്കിലും കല്ലിലേക്കും ഏതെങ്കിലും വൃക്ഷത്തിലേക്കെല്ലാം കൊടുക്കുന്നത് കാണാം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരെ പ്രശ്നം കൂട്ടുക എന്നല്ലാതെ അവർക്ക് അതിൽ നിന്ന് യാതൊരു വിധ തുറവി ഉണ്ടാവൂല. അവരുടെ ഉള്ളില് ഷിർക്കിന്റെ ആളുകളുടെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീ കച്ചത പോലെയായിരിക്കും. ഒരു സമാധാനം അവർക്ക് കണ്ടെത്താൻ സാധിക്കില്ല. സത്യത്തില് നമ്മൾ മുഅ്മിനീങ്ങളുടെ സമാധാനം എത്രത്തോളാന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ വിചാരിക്കും ഒരു കാഫിർ നമ്മളെ പോലെ സമാധാനമായിട്ട് ജീവിക്കുകയാണ്. ഒരിക്കലുമല്ല. 5 വക്ത് നേരം കൃത്യമായി അള്ളാഹുവിന് മുമ്പിൽ നമസ്കരിക്കുന്ന, അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്ന, അള്ളാഹുവിന്റെ ദീന് കേൾക്കുന്ന പഠിക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരാളുടെ കൽബും
ഇതൊന്നുമില്ലാത്ത ശിർക്കും കുഫ്റും നിറഞ്ഞ കൽബും തമ്മിൽ ആകാശഭൂമികളുടെ വ്യത്യാസം ഉണ്ടാവും. ഒരിക്കലും ഒരു സമാധാനം അവർക്ക് ഉണ്ടാവൂല. അവർ ബാഹ്യമായിട്ട് എന്തെല്ലാം അഭിനയിച്ച് കാണിച്ചാലും അതൊരു മുഅ്മിൻ മനസ്സിലാക്കിക്കോളി, ഒരിക്കലും അവർക്ക് ആ സമാധാനം ഉണ്ടാവൂല. മുഅ്മിന് മാത്രമാണ് അത് ലഭിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കൽബിന്ന് പകയും എല്ലാം ഒഴിവാകണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നസീഹത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോടുള്ള നസീഹത്താണ്. മുസ്ലിമീങ്ങളോട് ഒരു ഗുണകാംക്ഷ, ഒരു കൂറ്, അവർക്ക് നന്മയുണ്ടാകണം എന്നുള്ള ആഗ്രഹം, അവരോട് ചതിയും വഞ്ചനയും ഇല്ലാത്ത, നമ്മൾ എന്താണ് നമ്മുടെ നഫ്സിന് ഇഷ്ടപ്പെടുന്നത് അത് മുസ്ലിമീങ്ങൾക്ക് പൊതുവായിട്ടും ഇഷ്ടപ്പെടുന്ന, പരസ്പരം സ്നേഹമുള്ള, പരസ്പരം അടുപ്പമുള്ള കച്ചവടത്തിലാവട്ടെ, അതുപോലെയുള്ള എന്തെല്ലാം മുആമലാത്തുകളാവട്ടെ, അതിലെല്ലാം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ മുസ്ലിമീങ്ങൾക്കെല്ലാം പൊതുവായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ, ആ നസീഹത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖൽബ് അല്ലാഹു തആല വിശാലമാക്കി തരും. ഖൽബിൽ പിന്നീട് ഇതുപോലെയുള്ള പകയും മറ്റുള്ള രോഗങ്ങളൊന്നും ഇല്ലാതെ അല്ലാഹു തആല വിശാലമാക്കി തരും. മൂന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലുസൂമു ജമാഅതഹും, അവരുടെ ജമാഅത്ത് അഥവാ മുസ്ലിമീങ്ങളോട് യോജിച്ച് നിൽക്കുക, മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനോട് യോജിച്ച് നിൽക്കുക എന്നുള്ളത്. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജമാഅത്തായി നടത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമസ്കാരമാവട്ടെ, മറ്റു പല കാര്യങ്ങളാവട്ടെ. ഒരു ജമാഅത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആ ജമാഅത്തിന് ഒരു ഇമാമ് വേണം. ഒരു ഇമാമില്ലാതെ ജമാഅത്ത് നേരെ നിൽക്കില്ല. ഒരു നേതാവില്ലാതെ ഒരു സംഘം ഉണ്ടാവൂല. ഇമാം അവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? കേൾവി അനുസരണം ഉണ്ടാവണം. ആ ഇമാമിനെ കേൾക്കാതെ അനുസരിക്കാതെ എങ്ങനെ ഒരു ജമാഅത്ത് മുന്നോട്ട് പോവാ? ഫിർഖത്തുകളായിട്ട് ഭിന്നിച്ചു പോകൂലേ? ഒരു ഇമാമുണ്ട്, ആ ആളുകൾ ആ ഇമാമിനെ കേൾക്കുന്നില്ല, ഇമാമിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല എന്ന് വെക്കുക, എങ്ങനെ ഒരു ജമാഅത്ത് മുന്നോട്ട് പോവാ? ഒരിക്കലും പോകില്ല. അത് വിവിധ കക്ഷികളായിട്ട് വേർതിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം, മുസ്ലിമീങ്ങൾ അംഗീകരിച്ച ഒരു ഇമാം ഉണ്ടെങ്കിൽ ആ ഇമാം എത്ര വലിയ തെമ്മാടിയായാലും, ആ ഇമാം എത്ര വലിയ ഉപദ്രവങ്ങൾ മുസ്ലിമീങ്ങളെ ചെയ്താലും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാൻ കൽപ്പിക്കാത്ത വിഷയങ്ങളിലെല്ലാം ആ ഇമാമിന്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് കേൾവി അനുസരണം അവിടെ ഉണ്ടാകണം. ആ ഇമാമിനെതിരെ ഇറങ്ങി പുറപ്പെടാനോ ആ ഇമാമിനെതിരെ ആളുകൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനോ പാടില്ല. അയാൾ എത്ര വലിയ തെമ്മാടിയാണെങ്കിലും, അയാൾ എത്ര വലിയ തെമ്മാടിത്തരം ചെയ്യുന്ന ആളാണെങ്കിലും മുസ്ലിമീങ്ങളെ ഇമാമായിട്ട് ഒരാൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കേൾവി അനുസരണം ഉണ്ടായിരിക്കണം. അതിനെതിരെ ഇറങ്ങി തിരിച്ചാൽ മുസ്ലിമീങ്ങളുടെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും നശിക്കും. അതുകൊണ്ടാണ് മുൻഗാമികളായ പല പണ്ഡിതന്മാരും പറഞ്ഞത്, ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും, ഒരു ഇമാമില്ലാതെ കുറച്ച് സമയം ഒരു ഇസ്ലാമിക സംഘം നിൽക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് 60 വർഷം അക്രമിയായ ഭരണാധികാരിക്ക് കീഴിൽ മുസ്ലിം സമൂഹം നിൽക്കുന്നതാണ്. അതുപോലെ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, എനിക്ക് സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ ഉണ്ടെങ്കിൽ അത് ഞാൻ മുസ്ലിമുകളെ ഇമാമിന് വേണ്ടി ദുആ ചെയ്യും. ഇമാമികളുടെ നന്മയ്ക്ക് വേണ്ടി നാം ധാരാളം ദുആ ചെയ്യേണ്ടതുണ്ട് ഒരു മുസ്ലിം സമൂഹത്തിന്റെ. അപ്പം ഇവിടെ പറയുന്ന കാര്യം, ഒരു മുസ്ലിങ്ങളുടെ ഒരു ജമാഅത്ത്, മുസ്ലിമുകൾ അംഗീകരിച്ച ഒരു നേതാവ്, ഒരു ഇമാം ഉണ്ടെങ്കിൽ ആ ജമാഅത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ആ ഇമാമിനോട് എതിരായി നിൽക്കുന്ന, ആ ഇമാമിനോട് ഭിന്നിച്ചു നിൽക്കുന്ന, ആ ഇമാമിനോട് ഇറങ്ങിപ്പുറപ്പെടുന്ന, ആ ഇമാമിന്റെ കുറ്റങ്ങൾ ആളുകൾക്കിടയിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. അവിടെ കേൾവിയും അനുസരണത്തോടു കൂടി നിൽക്കുക വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്ര ഹദീസുകളാണ് ആ വിഷയത്തിലുള്ളത്. നിങ്ങളുടെ പുറം പൊളിച്ചാലും നിന്റെ സമ്പത്ത് കൊള്ളയടിച്ചാലും ആ ഭരണാധികാരികൾക്ക് കീഴിൽ നീ അനുസരിച്ച് നിൽക്കണം. അവന്റെ പിന്നിൽ നമസ്കരിക്കണം, അവന്റെ പിന്നിൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യണം. അത് നമ്മുടെ മേൽ നിർബന്ധമാണ്. അവന്റെ വിധി അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടാണ്. ആ ഇമാമ് ചെയ്ത തെറ്റുകൾക്ക് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നാളെ പരലോകത്ത് ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ 3 കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ, ആ 3 കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഒരുത്തന്റെ മുസ്ലിമിന്റെ ഖൽബ് എന്ന് പറഞ്ഞ അല്ലാഹു തആല മറ്റുള്ള പക, വിദ്വേഷം എന്നുള്ള കാര്യത്തിൽ നിന്ന് എല്ലാം ഒഴിവാക്കി ഏറ്റവും നല്ല വിശുദ്ധി നിറഞ്ഞ ഒരു ഖൽബാക്കി അല്ലാഹു തആല മാറ്റും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ദഅവതഹും തുഹീതു മൻ വറാഅഹും, അവരുടെ ക്ഷണം അഥവാ അവരുടെ ഇസ്ലാമിലേക്കുള്ള ക്ഷണം എന്നുള്ളത് അവരുടെ പിന്നിലുള്ള എല്ലാവർക്കും എത്തിക്കുന്ന രീതിയിൽ അവര് പരിശ്രമിക്കും എന്നുള്ളതാണ് ദഅവത്തിന്റെ പ്രാധാന്യം. പലപ്പോഴും നാം ഓരോരുത്തരും വളരെയധികം സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മുടെ നാട് ഇത്രത്തോളം ഫിത്നയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്
ശുബ്ഹത്തുകളുടെയും ഷഹവത്തുകളുടെയും നടുവിൽ കിടന്ന് മുസ്ലിമീങ്ങളും എല്ലാവരും തന്നെ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിലേക്ക് ക്ഷണിക്കുക, ദീന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അത് സംസാരത്തിലൂടെയാകാം, എഴുത്തുകളിലൂടെയാകാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മസ്ജിദിലേക്ക് ക്ഷണിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാകാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ദർസുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലാണോ നമുക്ക് അള്ളാഹുവിനെ പറ്റി തൗഹീദിലേക്കും സുന്നത്തിലേക്കുമുള്ള ദഅവത്ത് ചെയ്യാൻ സാധിക്കുക, അത്രത്തോളം നമ്മൾ ചെയ്യണം. അതൊരു നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണത്. പലപ്പോഴും നമ്മൾ പരിശോധിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ ആളുകൾക്ക് ബാത്തിലുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ഭാഗത്തുനിന്നും ശുഭത്തുകളും ശൗബത്തുകളും ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ ഹക്കിനെ കുറിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതിന് നമ്മുടെ സമയം ചെലവഴിക്കണം, അതിന് നമ്മുടെ സമ്പത്ത് ചെലവഴിക്കണം, അതിന് നമ്മുടെ ആരോഗ്യം ചെലവഴിക്കണം. അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അത് നമുക്ക് അള്ളാഹു തആല ഒരുപാട് നന്മണ്ടാക്കി തരും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരുത്തിന് അള്ളാഹു തആല ഖൈർ ഉണ്ടാക്കാതിരിക്കോ? ഒരിക്കലുമില്ല. എത്ര ആയത്തുകൾ അള്ളാഹു തആല എത്രയോ ആയത്തുകളിലൂടെ ദഅവത്തിന്റെ മഹത്വം പറയുന്നുണ്ട്. ആ ദഅവത്ത് ചെയ്യാൻ നമുക്ക് ഇൽമില്ലെങ്കിൽ ഇൽമുള്ള ആളുകളിലേക്ക് നമ്മൾ ക്ഷണിക്കണം. അങ്ങനെയുള്ള ആളുകളായി മാറണം. ഇന്ന് കാലത്ത് എത്ര സൗകര്യമാണ് നമുക്ക്. ഒരു സംസാരം, ഒരു ഹദീസ്, ഒരായത്ത്, ഇത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് എളുപ്പമായി സാധിക്കും. നമ്മൾ ദഅവ രംഗത്ത് സജീവമാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇൽമു നേടുന്നതിനോടൊപ്പം നമ്മൾ അമൽ ചെയ്യുന്നതിനോടൊപ്പം അള്ളാഹുവിലേക്കുള്ള ക്ഷണത്തിൽ നാം നമ്മുടെ കഴിവിന്റെ പരമാവധി, ഓരോരുത്തർക്കുമുള്ള കഴിവെന്താണോ അതെല്ലാം നാം ഉപയോഗിക്കണം. അല്ലാഹു തആല പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. ഖൈറിലേക്ക് ക്ഷണിക്കുന്നവർ നിങ്ങളിൽ നിന്നുണ്ടാകണം. അതുപോലെ തന്നെ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്നവർ നമ്മുടെ മേലെ എല്ലാം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ഈ ദീനിനെ ചിന്ന ഭിന്നമാക്കാതെ ഈ ഹക്കിലേക്ക് ക്ഷണിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. അല്ലാഹു തആല പറഞ്ഞു, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അദീം. നിങ്ങൾ ദീനിനെ ചിന്ന ഭിന്നമാക്കിയിട്ട് ആളുകൾ തമ്മിൽ കുഴപ്പമുണ്ടാക്കി അകറ്റുന്ന ആളുകളല്ല ആവേണ്ടത്. തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്നവരാണ് ആകേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രായം വെച്ചിട്ട് ഏത് പ്രായത്തിലാവട്ടെ, നിങ്ങളുടെ പ്രായത്തിലുള്ള ചുറ്റുമുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ വളരെ അപകടത്തിലാണ്. മുസ്ലിം ചെറുപ്പക്കാരുടെ, മുസ്ലിം പെൺകുട്ടികളുടെ, മുസ്ലിം സ്ത്രീകളുടെ ദീനിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലമാണ്. ദീനിനോടുള്ള താല്പര്യം തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഇവിടെ ഈ ദീനിലേക്ക് ക്ഷണിക്കുന്ന മേഖലയിൽ നമുക്ക് കഴിയുന്ന രീതിയിലെല്ലാം നാം പരിശ്രമിക്കണം. ഇപ്പൊ സ്ത്രീകളാണെങ്കിലും സ്ത്രീകൾക്കിടയിൽ, അതുപോലെ പെൺകുട്ടികൾക്കിടയിൽ എങ്ങനെയാണ് ദീനിനെ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുക, ദീനിനോട് താല്പര്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക. ഒരു സ്ത്രീ, വളർന്നു വരുന്ന ഒരു സ്ത്രീ, ഒരു മുസ്ലിം യുവതി ഇസ്ലാമിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ തൗഹീദ് ഉൾക്കൊണ്ട് സുന്നത്ത് കൊണ്ട് പിൻപറ്റിക്കൊണ്ട് വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയാണ്, അവരുടെ ഒരു മക്കളും സന്താനങ്ങളും എല്ലാം നന്നാകുന്ന ഒരു അവസ്ഥയ്ക്ക് നടക്കും. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നമ്മൾ ദഅവത്തിന് വേണ്ടി സജീവമാകേണ്ട ഒരു കാലത്താണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരുടെ പിന്നിലുള്ളവരെ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കും അവർ എന്നാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകൾ ഈ വിഷയത്തിൽ നമുക്ക് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഹദീസുകൾ നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.